ഞങ്ങൾ യേശുവിനെ ഒരു ബ്രഹ്മചാരിയായിട്ട് പ്രതിഷ്ഠിച്ചു. യേശു ഒരിക്കലും ബ്രഹ്മചാരി ആയിരുന്നില്ല. യേശു എന്ന വ്യക്തി അവിടെ ജനിച്ചിട്ടുമില്ല. എവിടെ നിന്നോ പോയി ജെറുസലം, ഗലീലിയ ആ പ്രദേശങ്ങളിലൂടെ നടന്നൊരു 500 ചതുരശ്ര കിലോമീറ്റർ ചുറ്റിലുള്ള ആ സ്ഥലത്ത് യേശുവും കുറേ തൊഴിലില്ലാത്ത ആൾക്കാരും 10, 12 പിന്നീട് 72 എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുറേ ശിഷ്യന്മാരുമായിട്ട് ഇവരിങ്ങനെ അലഞ്ഞു നടന്നു. ഒരു തൊഴിലുമില്ല, ജീവിക്കാൻ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ കുറേ വിപ്ലവ ചിന്താഗതികൾ പറഞ്ഞു റോമാ സിംഹാസനത്തിനെതിരായിട്ട് യുദ്ധം നയിക്കാനുള്ള പിന്നെ സെലറ്റുകളായിരുന്നു, വിപ്ലവകാരികളുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ അലഞ്ഞു നടക്കുന്നത് എവിടെയെങ്കിലും സദ്യയോ ആഘോഷങ്ങളോ കല്യാണമോ ഉണ്ടെങ്കിൽ അവിടെ ഇടിച്ചു കയറി ഭക്ഷണം കഴിച്ചിരുന്നവരാണ് യേശുവിനുയായികളും. യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ മധ്യവയസ്കകളായ സുന്ദരികളും ഉണ്ടായിരുന്നു. മധ്യവയസ്കകളായ ഒന്ന് മേരി മഗ്ദലേനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വേശ്യയാണെന്നൊക്കെ പിന്നീട് കത്തോലിക്ക സഭ കണ്ടെത്തിയെങ്കിലും മേരി മഗ്ദലൈൻ എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിംഗ് തന്നെ MAGDLINE ആണ്. മഗ്ദലൈൻ എൻ്റെ അർത്ഥം മഹതിയായ മഗ്ദലീനയാണ്. അതിനെ മഗ്ദലീനക്കാർ മേരിയാക്കി വേശിയാക്കി ഞങ്ങൾ മാറ്റിയെടുത്തു. ഏതായാലും ഈ മഗ്ദലീനയുടെയൊക്കെ ചിലവിലാണ് യേശുവും കൂട്ടരും കഴിഞ്ഞു പോകുന്നത്. അവർക്ക് നിത്യനിദാന ചിലവുകളും കാര്യങ്ങളും നടത്തി കൊടുത്തിരുന്നത് പിന്നെ നമുക്കറിയാം മറിയവും മാർത്തയും സലോമിയും ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഇവരെ സംരക്ഷിച്ചു പോകുന്നത്. യേശുവിൻ്റെ വിപ്ലവ ശ്രമങ്ങൾ പരാജയപ്പെടുകയും യേശു പിടിക്കപ്പെടുകയും ഒളിച്ചോടേണ്ടി വന്നൊരവസ്ഥയും അതൊക്കെ വേറെ കഥയാണ്.